പ്രധാന വാർത്തകളുമായി അവർ ടിവി 24/7. This news brought to you by Lucky Center and Lucky Department Store, Ajmal. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദും കൂടിക്കാഴ്ച നടത്തി. ദുബൈയിലെ അൽ മർമൂമിൽ ഇന്നലെയായിരുന്നു കൂടിക്കാഴ്ച. UAEയുടെ പുരോഗതിക്കും രാജ്യത്തിന്റെയും ജനങ്ങളുടെയും കൂടുതൽ വളർച്ചയ്ക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള അഭിലാഷങ്ങൾ ഇരുവരും പങ്കിട്ടു. താൽക്കാലിക തൊഴിൽ വിസ കാലാവധി 3 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ സൗദി. താൽക്കാലിക തൊഴിൽ വിസ കാലാവധി 3 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ മന്ത്രിസഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പുതിയ മാറ്റങ്ങൾക്ക് അംഗീകാരം നൽകിയത്. സൗദിയിലെ സ്കൂളുകളിൽ കൃത്രിമ ശീതളപാനീയങ്ങൾക്ക് നിരോധനം. സൗദിയിലെ പ്രൈമറി മിഡിൽ തല സ്കൂളുകളിൽ കൃത്രിമ ശീതളപാനീയങ്ങളും എനർജി പാനീയങ്ങളും വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് നിരോധിച്ചു. കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യ സംരക്ഷണത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ പോഷകാഹാര മാർഗനിർദ്ദേശങ്ങളിലാണ് ഭക്ഷണപാനീയങ്ങൾ അടക്കമുള്ളവയിൽ നിരവധി നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷാർജ പുസ്തകോത്സവം നവംബർ 6 മുതൽ. മൊറോക്കോ അതിഥി രാജ്യം. വായനയുടെ പുതുലോകം തുറന്ന ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 43ാമത് എഡിഷനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഷാർജ ബുക്ക് അതോറിറ്റി ഇറ്റ് സ്റ്റാർട്ട് വിത്ത് എ ബുക്ക് എന്ന പ്രമേയത്തിൽ നവംബർ 6 മുതൽ 17 വരെയാണ് ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകോത്സവം നടക്കുന്നത്. ഷാർജയിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. പത്മനാഭപുരം കൊട്ടാരത്തിൽ ഉടവാൾ കൈമാറി നവരാത്രി എഴുന്നള്ളത്തിന് ഭക്തി നിർഭര തുടക്കം. ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി ചൊവ്വാഴ്ച പുലർച്ചെ പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പിരിക്ക മാളികയിൽ ഉടവാൾ കൈമാറ്റം നടന്നു. വർക്കല SN കോളേജ് അലുമിനിയ സ്നാക്കോസ് ഓണാഘോഷം നടത്തി. വർക്കല SN കോളേജ് അലുമിനി സ്നാക്കോസ് ഓണാഞ്ജലി 2K24 എന്ന പേരിൽ ഓണാഘോഷ പരിപാടി സെപ്റ്റംബർ 29-ന് ഷാർജ മുബാറക് സെന്ററിലുള്ള ഏഷ്യൻ എംപയർ ഹാളിൽ സംഘടിപ്പിച്ചു. സ്നാക്കോസ് പ്രസിഡന്റ് ശ്രീ സലീം സേദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അക്കാഫ് ഈവന്റ്സ് പ്രസിഡന്റ് ശ്രീ ചാൾസ് പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ പ്രസിഡന്റ് ശ്രീ നിസാർ തളങ്കര മുഖ്യാതിഥിയായിരുന്നു. സ്നാക്കോസ് ജനറൽ സെക്രട്ടറി ശ്രീ ഷിബു മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു. പ്രോഗ്രാം ജനറൽ കൺവീനർ ശ്രീ അഭിലാഷ് രത്നാകരൻ ആശംസ പറഞ്ഞു. ചെണ്ടമേളവും മാവേലി എഴുന്നള്ളത്തും വിഭവസമൃദ്ധമായ ഓണസദ്യയും തരംഗ് മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച ഗാനമേളയും പരിപാടിക്ക് മാറ്റുകൂട്ടി. ഗാന്ധിജിയെ അനുസ്മരിച്ച് ഇൻകാസ് അബുദാബി. മഹാത്മാഗാന്ധിയുടെ 155ാമത് ജന്മദിനം അബുദാബി ഇൻകാസിന്റെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. അബുദാബി മലയാളി സമാജത്തിൽ നടന്ന ചടങ്ങിൽ ഇൻകാസ് അബുദാബി പ്രസിഡന്റ് AM അൻസാർ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി നൌഷാദ് സ്വാഗതം ആശംസിച്ചു. ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് B യേശുശീലൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. കൊല്ലം TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഗ്ലോബൽ അലുമിനിയ UAE ചാപ്റ്ററിന്റെ ഓണാഘോഷ പരിപാടി ഞായറാഴ്ച ഒക്ടോബർ 6-ന് ഷാർജ അൽ നഹ്ദയിലുള്ള നെസ്റ്റോ മിയാമൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. കൊല്ലം TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഗ്ലോബൽ അലുമിനിയ UAE ചാപ്റ്ററിന്റെ ഓണാഘോഷ പരിപാടിയായ ഓണമാമാങ്കം 2024 ഈ വരുന്ന ഞായറാഴ്ച ഒക്ടോബർ 6-ന് ഷാർജ അൽനാദയിലുള്ള നെസ്റ്റോ മിയാമൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു. ഹൃദയാഘാതം. തലശ്ശേരി സ്വദേശി ഒമാനിൽ അന്തരിച്ചു. തലശ്ശേരി ചിരക്കര കാടൻകണ്ടിൽ മുഹമ്മദ് അജ്മലാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. ഇനി സ്പോർട്സ്. വനിതാ 2020 ലോകകപ്പിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ ആദ്യ മത്സരം ന്യൂസിലൻഡിനെതിരെ. ഉദ്ഘാടന മത്സരം ബംഗ്ലാദേശ് അയർലൻഡ്. മലപ്പുറം FC തിരുവനന്തപുരം കൊമ്പൻസ് മത്സരം സമനിലയിൽ. സഞ്ജു സാംസൺ രഞ്ജി ട്രോഫി കേരള ടീമിൽ ഇല്ല. സച്ചിൻ ബേബി വീണ്ടും ക്യാപ്റ്റനാകും. ഇന്റർ മയാമിക് മേജർ ലീഗ് സോക്കർ സ്പോർട്സ് ഷീൽഡ് മെസ്സിക്ക് കരിയറിലെ 46ാം കിരീടം. ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajmal.